ഇത് ബിരിയാണിയാണ് സംഭവം കേട്ടാ. ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ പരിപാടി ഇതാ. ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരട്ടെ, ഒരു മിനിറ്റ് ഞങ്ങൾ കേൾക്കണട്ടാ. എൻ്റെ പണിക്കാരൻ ചെറുക്കനെ ഞാൻ ഉറങ്ങാൻ വിട്ടിക്കാം, പാവം അവൻ കിടന്ന് ഉറങ്ങി കൊട്ട ഒരുപാട് നേരമായി വിട്ടിട്ട്. ഇപ്പോൾ സമയം 5:15. ഞാൻ ഒന്ന് പറഞ്ഞുതരാം വേഗം. ഇവിടെ എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും അവർ എനിക്കുള്ള ഭക്ഷണവും സാധനങ്ങളൊക്കെയും എനിക്കും തരും. എൻ്റെ പണിക്കാരൻ കുട്ടിക്കും കൊടുക്കും. അത് ഉള്ള സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം ഇവിടെ ഉള്ളവർ മറാഠിക്കാരാണ്, ശിവസേനക്കാരാണ്, RSSകാരാണ്. ഭയങ്കര ഉള്ള എല്ലാതും ബന്ധമുള്ള ആൾക്കാരാണ്. പക്ഷേ അങ്ങനെ ഒരാളെ ദ്രോഹിക്കൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് സത്യം പറയണേ, ആഗസ്റ്റ് 16 ഗോവിന്ദയുടെ സമയത്താണ് ഞങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും ഇവരങ്ങനെ ദ്രോഹിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ ചിന്തിക്കണ പോലൊന്നും ഇല്ല ഇവിടെ ബോംബെയിൽ. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ബോംബെയിൽ അങ്ങനെയാണ്, ബോംബെയിൽ അത് ആ നിൽക്കണ പെരുമാറ്റത്തിനനുസരിച്ച് നിന്നാൽ മതി. നമ്മൾ എങ്ങനെയാണോ അവർക്ക് സ്നേഹം കൊടുക്കണേ, തിരിച്ച് അതേമാതിരി അവർ ഇങ്ങോട്ട് കാണിക്കും. നമ്മൾ എങ്ങനെയാണോ ഇടഞ്ഞിക്കണേ അതേമാതിരി നമ്മളെന്തെങ്കിലും ചെറ്റത്രം ചെയ്താൽ അത് എല്ലാവരും കണക്കുന്നുണ്ട്. ഇപ്പോൾ ശിവസേന ആയാലും മുസ്ലിം ആയാലും BJP ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സ്നേഹം പ്രകാരമാണ് അവർ നമ്മളോട് കാണിക്കുക. ഇപ്പോൾ നമ്മളെ കാണി ചോറാണ് കൂടുന്നത് നിൽക്കണത്. എനിക്കും എൻ്റെ പണിക്കാർക്കും അതുപോലെ ഇവരതിലെ ടീഷർട്ട് ഉണ്ട്, നമ്മളെ പേരൊക്കെ കൊടുത്തിട്ട്. എന്നോട് ചെറുക്കൻ ചോദിച്ചത്ര എനിക്ക് മനസ്സിലായില്ല, എന്തോ പറഞ്ഞ് അതേമാതിരി എന്തോ പേര് എഴുതി കൊടുത്ത്. അപ്പോൾ ബോംബെയിൽ ഇന്നലെ തുടങ്ങിയല്ലേ 10-25 കൊല്ലത്തോളമായി. 25 കൊല്ലമല്ല, ഞാൻ വന്നത് 9 വയസ്സാണ്, 48 വയസ്സായി. അപ്പോൾ നോക്കാൻ എത്ര കൊല്ലമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ 10-14-15 കൊല്ലമായി ഈ റൂമിൻ്റെ ഉള്ളിൽ. ഒക്കെ ഇവരാ ശിവസേനക്കാരും BJPക്കാരും RSSകാരും ഒക്കെ തന്നെയാണ്. പക്ഷെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. എന്തുമാ അവിടെ ഇഡ്ഡലി സാമ്പാറും അവരുടെ വീട്ടിൽ അടക്കി ഇഡ്ഡലി സാമ്പാർ ദോശ എന്തുണ്ടാക്കിയാലും ഇവിടെ എൻ്റെ കടയിൽ എൻ്റെ പണിക്കാർ കുട്ടികൾക്ക് കൊടുക്കും. അതുപോലെ ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പാടില്ല, ഈ ഏരിയയിലൊന്നും വണ്ടി നിർത്താൻ പാടില്ല. പക്ഷെ എൻ്റെ വണ്ടി നിർത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഇവിടെ ബോംബെത്തെ കാര്യങ്ങൾ. നമ്മൾ എന്ത് നല്ല രീതിയിൽ നിന്നോക്കാണെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കൂല. ഒരു മുസ്ലിമാണ്, അവനിവിടെ വേണ്ട, ഇതൊന്നും അവരെടുത്തില്ല. നമ്മളിങ്ങനെ വേണ്ടാത്ത കളി ചിന്തിച്ചിട്ട് നമുക്ക് തോന്നുക നമ്മൾ ചിന്തിച്ചതൊക്കെയാണ് ശരി, അവർക്ക് നമുക്ക് തോന്നുകയാണ്. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ നല്ലപോലെ നിന്നോക്കാണെങ്കിൽ എല്ലാവരും നമ്മളെ കൂടെ ചേർത്ത് പിടിക്കും. നമുക്ക് എന്തൊരു വിഷമം ഉണ്ടെങ്കിലും ഇവിടെ നാളൊരു തല്ലി നടന്ന് പണിക്കാരെ കുട്ടീനായിട്ട് ഇവരൊക്കെ പാടെ ഓടിയിട്ട് വന്ന് എന്നിട്ട് ഈ ട്യൂബാണ്ട് പൊട്ടിച്ച് അതിൻ്റെ പണിക്കാരൻ ചേർക്കാൻ എന്താ സംസാരിച്ചത് സ്ത്രീനായിട്ട് സംസാരിച്ചപ്പോൾ അത് ഈ നാവുകാരാർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അത് കാരണം ഇവിടെ അടി പൊട്ടിയപ്പോഴത്തേനും ഇവരൊക്കെ പാടെ ഓടി വന്നപ്പോഴത്തേന് ഞാൻ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളുണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ ആ പാവം ചോറ് കൊടുന്ന് ഞാൻ കഴിക്കാൻ പോവുകയാണ്. അവർ ഓർഡർ കൊടുത്തതാണ് ബിരിയാണിക്ക്. അങ്ങനെ ഞക്കും എൻ്റെ പണിക്കാരനും നമ്മുടെ ഇളനീന് ആൾ വന്നിട്ടുണ്ട്, കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ സംഭവം. ചിലർക്ക് ഇഷ്ടപ്പെടൂല. ബോംബെയിൽ ഇപ്പോൾ ഏകദേശം 48 വയസ്സായില്ലേ. അപ്പോൾ 39 വയസ്സ്, ഏകദേശം 40 കൊല്ലത്തോളമായി. 40 കൊല്ലമായി ഞാൻ ബോംബെയിൽ. ഈ 40 കൊല്ലം വരെ റോഡരികിൽ കിടന്ന് ജീവിച്ച ഒരാളാണ്. റോട്ടിൽ നിങ്ങളാരും എന്നെ അറിയില്ല, പക്ഷെ എന്നെ അറിയുന്നവർ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ നാട്ടിൽ തന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാൻ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അവരും പറയും ഈ ഒരു ചെറിയ കുട്ടിയാകുമ്പോൾ 9 വയസ്സിൽ ഞാൻ നാട് വിട്ടതാണ്. അങ്ങനെ റൂട്ടുമ്പോൾ കിടന്നിട്ട് എൻ്റെ വാപ്പ ഇന്ന് ചെറുപ്പത്തിൽ വന്ന് കൊടുന്നിട്ട് ഇവിടെ റൂട്ടരികിൽ കിടന്നിട്ട് ഞാൻ അനുഭവിച്ച ദുരിതം, മഴ കൊണ്ടിട്ടും പലതും. രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ മഴ ചോർന്നിട്ട് ഈ പുതപ്പ് ഈ പുതപ്പൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇങ്ങനെ കിടന്ന് ജീവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ ഉപ്പനോട് ചോദിച്ചു, എൻ്റെ ഉപ്പ അയാത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മാത്രമല്ല, അനവധി ആൾക്കാർ ഇങ്ങനെ മഴ കൊണ്ടിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ എലി കടിച്ചിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ മഴ കൊണ്ടിട്ട്
അങ്ങനെ ഒരുപാട് ജീവിതം തള്ളി നീക്കിയതാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ട് എന്നുള്ളത് പിന്നെയാണ് ഇതിനുള്ളിലേക്ക് കടന്നപ്പോഴാണ് പടച്ചോൻ കാണിച്ചു തന്നത്. തെറ്റ് ചെയ്യേണ്ട, ആരെയും പൈസ വാങ്ങി തിന്നണ്ട, എല്ലാവരെയും നല്ലപോലെ സ്നേഹിക്കുക. എല്ലാ മതക്കാരും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ഏത് മനുഷ്യനെയും രണ്ട് കണ്ണുകൊണ്ട് നിനക്ക് രണ്ട് കണ്ണ് അള്ളാഹ് ക്യാമറ തന്നിട്ടുണ്ട്, ചെവി സ്പീക്കർ തന്നിട്ടുണ്ട്, കേൾക്കാനും ചിന്തിക്കാനൊക്കെ തലച്ചോറ് ഹൃദയമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നല്ലപോലെ ജനങ്ങളുമായി സ്നേഹിച്ച് പോയാൽ മതി. ഏത് രാജ്യത്തേക്കുമാണെങ്കിലും പോയാലും നമുക്ക് ഈ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെന്നുള്ളത് പടച്ചോൻ കൈ വിടൂല. അള്ളാൻ്റെ റസൂലൊക്കെ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഖുർആനിൽ ഇത്രയും നല്ല നല്ല ചരിത്രങ്ങൾ എഴുതി വെച്ചിരിക്കണമെന്ന് അറിയാം. അതുപോലെ കുറേ ആൾക്കാർ അള്ളാൻ്റെ റസൂലിനെ അനുഭവിച്ച അതേ അനുഭവത്തിൽ കൂടെ നടന്നു പോയ എത്ര ആൾക്കാരുണ്ട്. എല്ലാ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനൊക്കെയും. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്യാതായ ഏതെങ്കിലും കാലത്ത് പടച്ചോൻ നമുക്കൊരു സ്വർഗം തരും. ആ സ്വർഗം ഉണ്ടെങ്കിൽ ജീവിക്കുക, അല്ലെങ്കിൽ അതോടെ തന്നെയാണ് മരിച്ചോട്ടെന്ന് വിചാരിച്ചാൽ മതി. അയച്ചിട്ട് ഒരാളെ മുതൽ കട്ടിട്ടും തിന്നാൻ നിൽക്കണ്ട. നമ്മൾ മറ്റവന് കുറേ കോടീശ്വരനാന്നും പറഞ്ഞിട്ടൊന്നും അതൊന്നും വേണ്ട. നമുക്കുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതോടെ നമ്മളോട് മരിക്കാനല്ലേ. അങ്ങനെ കുറേ അടിയും കുത്തും എന്തെല്ലാം ദുരിതം അനുഭവിച്ചിരിക്കണമെന്ന് അറിയും. പക്ഷെ എന്താണ്, ഇവിടെ ഉള്ള ഒരാൾക്കാർ ഇന്നങ്ങനെ അടിച്ചിട്ടില്ല. അതിൻ്റെ അനിയൻ്റെ അടുത്ത് വന്ന തെറ്റുകൊണ്ട് എൻ്റെ അനിയനെ അടിക്കണ സമയത്ത് അവനെ ഞാൻ കൊത്തിപ്പിടിക്കായിരുന്നു. അവനെ ഇന്നെ അടിച്ചോ എന്നും പറഞ്ഞിട്ട്. അന്ന് കൊല്ലൊരുപാടാണ്, ഇപ്പോഴൊന്നുമല്ല. അന്ന് എൻ്റെ പാപ്പൻ്റെ അനിയന്മാരൊക്കെ ഇവിടെ കൊടുത്തിരുന്നു. അനിയൻ്റെ അടുത്ത് ചെറിയ തെറ്റ് സംഭവിച്ചു. ഏതൊരു കുട്ടി വന്നിട്ട് മിഠായി എടുത്തപ്പോൾ അതിനൊന്ന് കൈകൊണ്ട് പിടിച്ചതാണ്, വില കൂടിയ മിഠായി. അതിന് ഓൻ്റെ ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ട് എൻ്റെ അനിയനെ അടിച്ചല്ല. എൻ്റെ അനിയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ അനിയനെ അടിക്കുന്ന സമയത്ത് ഞങ്ങളെ ചോരല്ലേ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീണ മക്കളെ ഏട്ടനഞ്ചരും. അവനെ അടിക്കണിട്ടിട്ട് ഞാൻ അങ്ങനെ കൊത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഓനെ അടിക്കല്ല എന്നെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 1-2 അടി എനിക്ക് കിട്ടി. അപ്പോൾ അവരിനോട് പറഞ്ഞിട്ട് മാറി, അന്നെല്ലാം അടിക്കണം, അന്നെ നിങ്ങൾ ഒരിക്കലും അടിക്കൂലെന്ന്. അപ്പം എന്നോട് അത്രയും ഇഷ്ടമാണ്. ഞാനിവിടെ ഉള്ള എല്ലാവരായിട്ടും, ശിവസേനക്കാരായിട്ടും BJP-കാരായിട്ടും RSS-കാരായിട്ടും നല്ല സ്നേഹം. ഞാൻ ഒരാളിന്നെ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ശിവസേനക്കാരങ്ങനെയാണ്, BJP-കാർ അങ്ങനെയാണ്, RSS-കാർ അവരൊന്നും അങ്ങനെ ഒരാളെ ദ്രോഹിക്കൊന്നുമില്ല. അത് നിങ്ങൾക്ക് തോന്നുകയാണ്. അവരായിട്ട് സ്നേഹിച്ച് നടന്നോക്കാണ്, അവർ എന്ത് വേണമെങ്കിലും തരും. ഇപ്പം ഞാൻ കണ്ടില്ല, ചോറ് അന്നലത്തെ പരിപാടിക്ക്, ആ ഗോവിന്ദൻ്റെ പരിപാടിക്ക് എന്തെല്ലാം എൻ്റെ കടയിൽ കൊടുത്തു. അതുപോലെ അവരെ അച്ഛനും അമ്മയും മക്കളൊക്കെയും ചോദിക്കും, വല്ലതും കഴിച്ചോ, എൻ്റെ പണിക്കാർ കുട്ടികൾക്ക് ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ പണിക്കാർ കുട്ടികൾക്ക് ഓരോന്ന് അവിടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊടുന്നു കൊടുക്കും. നല്ല സ്നേഹമാണ് ഇവിടെ ഉള്ള ഹിന്ദുക്കളൊക്കെയും. അത് നിൽക്കണ പെരുമാറ്റത്തോടെ നിൽക്കണം. നമ്മൾ മനസ്സിനുള്ളിൽ കറയും കുയിറ്റും കിബറൊന്നും വെക്കരുത് മറ്റുള്ളവരോട്. അതൊന്നും ഒരാളും അങ്ങോട്ടും ചെയ്യാൻ പാടില്ല. സ്നേഹിച്ചോക്കാണ് എന്ത് വേണമെങ്കിലും വാരിക്കോരി തരും. ബോംബെയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ പറയണ്ടാവും ബോംബെയിൽ അങ്ങനെയാണ്, ഇവിടെ വെടിയപ്പും മറ്റു കണ്ണി കണ്ടതൊക്കെ. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ എത്രത്തോളം സ്നേഹിച്ചോക്കാം അത്രത്തോളം അതിനും വലുത് അവർ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കും. എൻ്റെ പേര് മുഹമ്മദാണ്. എൻ്റെ പേര് മുഹമ്മദ് റാഫി, മാനു എന്നാണ്. വീട്ടിൽ എല്ലാവരും മാനു എന്ന് വിളിക്കും, ഭാര്യ വീട്ടിൽ റാഫി എന്ന് വിളിക്കും. ബോംബെയിൽ എല്ലാവരും മുഹമ്മദ് എന്നാണ് വിളിക്കുക. നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് ബായി എന്നാണ് വിളിക്കുക, സ്നേഹം കൊണ്ട്. ബായി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരുവിധം ആൾക്കാരൊക്കെ എന്നെ മുഹമ്മദ് ബായി എന്നാണ് വിളിക്കുക. അതെന്താണ്, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കാണിക്കണ സ്നേഹം അതാണ്. ഒരാളും അങ്ങനെയൊന്നും ഇന്ന ഇത്രയും കൊല്ലമായിട്ട് റോട്ടുമ്മ കിടന്നിട്ടൊന്നും ഞാൻ അങ്ങനെ അടി കൊണ്ടിട്ടൊന്നുമില്ല. എൻ്റെ അനിയന് ഒരു കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ വില കൂടിയ ചോക്ലേറ്റ് ചോദിച്ചപ്പോൾ ഓനിക്ക് കൊടുക്കാൻ കുറച്ച് വിഷമമായി. പൈസ ഇല്ലാത്തൊരു ഇടപാടല്ല വെച്ചിട്ട് അതിനെയും ഓൻ്റെ ആൾക്കാർ കൂടെ വന്നിട്ട് അടിക്കുമ്പോൾ സൈക്കിളിൻ്റെ ചങ്ങലേറ്റ് വന്നിട്ട് എൻ്റെ അനിയനെ അടിക്കാൻ വന്നപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് വെച്ച് അതിൽ 1-2 അടി അടിക്കുക. അപ്പം എന്നോട് പറഞ്ഞ് ഇജ്ജ് മാറിക്കുന്നതാണ്. കാരണം അവർക്ക് എന്നെ അടിക്കാൻ തോന്നണില്ല. അന്ന് കൊല്ലൊരുപാട് ഇതൊന്നുമില്ല സംഭവമില്ല. അപ്പോൾ ബോംബെയിലായാലും എവിടെ ആയാലും ശരി നമ്മൾ മനുഷ്യന്മാരായിട്ട് സ്നേഹിക്കുക. പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാം അള്ളാഹ് തന്നിട്ടുണ്ട് സ്നേഹിക്കാനും ചിരിക്കാനും. ഒരു മനുഷ്യർക്ക് എല്ലാ പ്രകൃതിയും എല്ലാ രൂപങ്ങളും എല്ലാ ചിന്തകളും കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിന്നാൽ മതി. നാവിനെ നമ്മൾ നന്നാക്കി വെച്ചാൽ മതി. നാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടാനും അങ്ങോട്ട് കൊടുക്കാനും ഇതിനെ കൊണ്ട് കഴിയും. പിന്നെ മറ്റുള്ളവൻ്റെ കുറേ വാങ്ങി തിന്നുക, പറ്റിച്ച് തിന്നുക, ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ ആകുമ്പോൾ എന്താ അറിയാം, ചിലപ്പോൾ അടി വയറച്ച് കിട്ടും. അത് വേണ്ട.
നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടി അല്ലെങ്കിൽ വേണ്ട. നമ്മൾ അധ്വാനിക്കുന്ന പൈസ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക. അല്ലാതെ ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് അയ്യത്താക്കി നടക്കുന്നവരുണ്ട്. അത് ലാസ്റ്റ് എന്താ വെച്ചാൽ മാരകമായ രോഗം വന്നിട്ട് ചക്രശ്വാസം വലിക്കും. അതെന്താ വെച്ചാൽ ഒരാൾക്കും കൊടുക്കാതെ വെറും മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. പൈസ ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക ഓരോരുത്തരെ. ഈ സഹായിച്ചിട്ട് മറ്റവനും കുറേ ചതിച്ചിട്ട് പോണവരുണ്ട്. ഓൻ അതിനും വല്ല ചക്രശ്വാസം വെച്ച് കിടക്കും നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ ഉള്ളത് പറഞ്ഞതാണ്. കാരണം ബോംബെയിൽ അത്രമാത്രം എല്ലാവരും നല്ല സ്നേഹം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ബോംബെയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാവരും നല്ല സ്നേഹം. നല്ലപോലെ നിന്നാൽ നമുക്ക് എന്ത് പറയുക നമ്മളെ ചേർത്ത് പിടിക്കും. എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ ഹിന്ദുക്കൾ, അത് ശിവസേന ആയാലും BJP ആയാലും RSS ആയാലും, മുഹമ്മദ് എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത്, ചായ കുടിച്ചോ ചോറ് കഴിച്ചോ, അതാണ് ബോംബെയിലുള്ള സ്നേഹം. ഇതിപ്പോ മാപ്പിളപ്പാട്ട് പാടി എന്തായിരിക്കും? അസുഖത്തിലെ പെണ്ണുണ്ടോ, പെണ്ണിന് മിന്നുണ്ടോ? എന്തൊക്കെയാണ് നമ്മളെ അബ്ബാസ് ഭായി കേട്ടത്? എൻ്റെ ജ്യേഷ്ഠനാണ്, മൂത്താപ്പാടെ മോനാ. പക്ഷെ അബ്ബാസ് ഇത്രയും എത്ര കൊല്ലമായി ബോംബെ വാക്കി പോയിട്ട്, എന്നിട്ട് പണക്ക് ഇളനീയത്തിപ്പോഴും ഇജ്ജ് മറന്നിട്ടില്ലല്ലേ? അന്നെ സമ്മതിച്ച് പോയിട്ടാ. ഞാൻ ഇജ്ജ് മറന്നിക്കണെന്നാണ്. എന്തായാലും ഓൻ്റെ കടയാണത്, ഓൻ്റെ ഹുസൈൻഖാൻ്റെ കടയാണ്. ഹുസൈൻഖ ഇവനപ്പോൾ തൽക്കാലം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഇളനീയത്ത് ഇജ്ജ് ഇപ്പോഴും മറന്നിട്ടില്ല അല്ലേ? മാഷാ അല്ലാ. എന്താ പാട്? കുഴപ്പമൊന്നുമില്ലല്ലേ? റാത്തല്ലേ? ഞാനിപ്പോൾ ഇന്ന് വന്നിക്കുകയാണ് മോൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ വന്നിട്ട് 2-3 ദിവസമായി നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഇവനോട് പറഞ്ഞു, എടാ വാണിജ്യം എവിടെ റജ്ജ് വന്നിട്ട് വാടാറിഞ്ഞു. അങ്ങനെ വന്നതാണ് എൻ്റെ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഹുസൈൻഖാൻ്റെ കച്ചവടമാണ്. അപ്പോൾ എന്തായാലും സ്ഥലം കുഴപ്പമൊന്നുമില്ല. ഓന് ബോംബെയിൽ ഗൾഫിൽ ഒരുപാട് കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ഒരു കച്ചവടം എന്തെങ്കിലും ശരിയാക്കി കാട്ടിയായിരുന്നു. അങ്ങനെ ഓനിക്ക് ഹുസൈൻഖ പറഞ്ഞ്, ഹുസൈൻഖാക്ക് തൊറ്റക്ക് കൊണ്ടെടുക്കാൻ വയ്യ. അപ്പോൾ ഹുസൈൻഖ പറഞ്ഞാൽ ഓനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നതായിരുന്നു. അങ്ങനെ ഹുസൈൻക്ക് ഉണ്ണിമോനിക്കും കൂടി രണ്ടാളും കൂടി ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. കച്ചവടം കാര്യങ്ങളും കുഴപ്പമില്ല. ഇന്ന് ആഗസ്റ്റ് 15-ാം തീയതി വേണമെന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരോടും എൻ്റെ മാനു ഫ്രണ്ട്സിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്താൽ സ്വർഗത്തിൽ പോവാ. എൻ്റെ കൂടെ 8500 ആൾക്കാർ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. നിങ്ങൾ ഇനിയും ചെയ്തോളി. ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാട്ടാ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും നമസ്കാരം, നന്ദി. ഇവിടെ കൊണ്ട് വെക്കുകയാണ്. നമ്മളെ അബ്ബാസ് ഭായി എൻ്റെ മൂത്താപ്പാടെ പോനാ മറവഞ്ചേരി. ഓൻ്റെ വീടും മറവഞ്ചേരിയാണ്. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ബോംബെക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഓക്കെ. ഇന്നത്തെ വീഡിയോ ആഗസ്റ്റ് 15/8/2025. അസ്സലാമു അലൈക്കും.
ഇവരാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ എന്നെ പരിചയപ്പെട്ടാൽ ഞാൻ ഒന്ന് വരണ വിവരം അറിഞ്ഞപ്പോൾ ഇവര് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിക്കണ്. അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ ഇവിടെ തലശ്ശേരിയാണ്. ആ അപ്പോൾ അങ്ങനെ വന്ന് പരിചയപ്പെട്ടതാ. ഓക്കെ എല്ലാവരോടും ശരി, ഓക്കെ ബൈ, താങ്ക് യു. ഈ വണ്ടിയുടെ റേസിംഗ് ഒന്ന് കണ്ടട്ടെ. 12 കൊല്ലമായിട്ട് എൻ്റെ വണ്ടി, എൻ്റെ നാനോക്കാരൻ്റെ വണ്ടിയുടെ ഗ്ലൈസിങ് ആക്കണ്ടില്ല ഞങ്ങൾ. ഈ 12 കൊല്ലമായിട്ട് വണ്ടി എല്ലാവരോടും ഞാൻ പറയുന്നത് ഇവിടെ നിന്നിട്ട് തന്നെ എടുക്കാം, ഇവിടെ നിന്നെടുക്കാം. നാനോക്കാറ് ഞാൻ ഓഫാക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയാ ഉസ്മാനെ, ഇപ്പോൾ വണ്ടി എത്ര കൊല്ലമായി ഇറങ്ങിയ? ഇത് പറയും, ഈ വണ്ടി എത്ര കൊല്ലമായി? 12 കൊല്ലമായി. 11 കൊല്ലം കഴിഞ്ഞ് 11 കൊല്ലം കഴിഞ്ഞ് 12ാമത്തെ കൊല്ലമാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ വണ്ടി നാനോക്കാറ്? ഞാനൊന്ന് ഇതിൻ്റെ കഥകളൊന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കട്ടാക്കി പിടിക്കും, കട്ടായിക്കാം. വണ്ടി നല്ല അടിപൊളി വണ്ടി കണ്ടില്ല നിങ്ങൾ? നാനോക്കാർ എടുത്തോളി, ഞാനാ പറഞ്ഞത്, നിങ്ങൾ എടുത്തോളി. ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരു ഉപകരിക്കും. പെൺകുട്ടികൾക്ക് ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഈ വണ്ടിയായിട്ട് പോയിക്കോട്ടെ. നമ്മളെ മക്കൾക്കൊക്കെയും ആദ്യമായിട്ട് ഡ്രൈവിങ് പഠിക്കണ മക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വലിയ വണ്ടി കൊണ്ടുപോകാൻ ഭയങ്കര ഉള്ളിലൊരു പേടിയാണ്. ഈ പറഞ്ഞ എനിക്കടക്കം പേടിയാണ്, ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണില്ല. സത്യം പറഞ്ഞാൽ എനിക്കും വലിയ കാറായിട്ട് പോകാം. നമുക്ക് ബോംബെയിലൊക്കെ ഞാൻ ലോകം മുഴുവനും വണ്ടിയിട്ട് കറങ്ങുന്ന ആളാണ്. അത് കാറല്ല, പെട്ടി വണ്ടിയായിട്ട്. പക്ഷേ ഇത് ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് പോകാനും വരാനും എല്ലാത്തിനും പറ്റി. ഞാൻ ഇന്നാളെ 2-3 തവണ വീഡിയോയിൽ പറഞ്ഞു. ഈ വണ്ടി ഞാൻ 10-11 കൊല്ലം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലട്ടാ. നല്ല സുഖമായിട്ട് അവനാൻ്റെ കുട്ടികൾക്കും മക്കൾക്കും പോയി വരാനും പിടിക്കാനും പറ്റിയ വണ്ടിയാണ്. ഞാൻ പറയില്ല, എനിക്ക് 3 പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. 3 പെൺകുട്ടികളും ഡ്രൈവിങ് പഠിച്ച്, മോള് ഡ്രൈവിങ് പഠിച്ചിരുന്നു. ഓൾക്കും ഈ വണ്ടിയിട്ട് പോവാം, രണ്ടാമത്തോൾക്കും പോവാം. പേടി ഉണ്ടാവില്ല ഉള്ളിൽ. കാരണം എന്താ അറിയാം, ചെറിയ വണ്ടിയായ കാരണം നമുക്ക് വരാനും പോകാനും എല്ലാത്തിനും ഏതൊരു ചെറിയൊരു വഴി കിട്ടിയാലും ആ വഴി കൂടെ പോകാനും അവിടെ നിർത്താനും എല്ലാത്തിനും സൗകര്യമുണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ്, എല്ലാത്തിനും പറ്റിയ വണ്ടിയാണ്. പൈസ ഉള്ളവനക്കും ഇല്ലാത്തവനും കൊടുക്കുക. ബോംബെയിൽ വലിയ മുതലാളിമാരടക്കം ഇങ്ങനത്തെ വണ്ടിയിട്ട് പോക്കുണ്ട്. ഞാൻ എന്നാളും പറഞ്ഞത്. കാരണം മുതലാളിമാർ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. പക്ഷേ അവർ രാവിലെ ഹോക്കിങ് ചെയ്യാൻ പോകുമ്പോൾ ഈ വണ്ടിയിട്ട് പോകും. അവർക്ക് എമർജൻസി എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ വണ്ടിയിട്ട് പോകും. അതാകുമ്പോൾ വേഗം പോകേണ്ടടത്തേക്കും വരേണ്ടടത്തേക്കും എത്താൻ പറ്റിയ വണ്ടിയാണ്. 11/8/2025 വീഡിയോ ആണ്. 11 കൊല്ലമായിട്ട് എൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ആൾക്കാർ പലതും പറയും, അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. കാരണം പറഞ്ഞ ആൾക്കാരൊന്നും ഇപ്പോൾ വണ്ടി എടുത്തിട്ടില്ല നാനോക്കാർ. അപ്പോൾ അവർക്കിപ്പോൾ എന്തും പറയാം. ഇന്ന് എടുത്തവരോട് ചോദിച്ചു നോക്കിയാൽ പറയും, നീ നാനോക്കാറിൻ്റെ പഴയ നാനോക്കാർ എടുക്കരുതിട്ടാ. അത് ഞാൻ പറയുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തിരിയണ കൈ കൊണ്ട് അതെടുക്കാൻ നിൽക്കണം. അതിൻ്റെ കഥയൊക്കെ അറിയില്ല. ഞാൻ എടുത്ത് ഓടുന്ന വണ്ടി ഇതാണ്. ഇത് 11 കൊല്ലമായിട്ട് നല്ല സൗകര്യങ്ങളും ഉള്ളിലും കാല് നീട്ടാനും ഒക്കെ ഇതിന് സൗകര്യമുള്ള വണ്ടിയാണ്. അല്ലാതെ എനിക്ക് വലിയ വണ്ടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം വെച്ചാൽ വെറുതെ എൻ്റെ അടുത്ത് പൈസ ഇല്ല. വെറുതെ എന്തിനാണ് ഞാൻ ഈ കടം വാങ്ങിയിട്ട് ആൾക്കാരെ ഇതൊക്കെ കാണിക്കണം വെച്ചിട്ടാണ്. ഇത് ചെറിയ വണ്ടിയായ എന്താ വെച്ചാൽ നല്ല പോകാനും വരണം. ഇതൊക്കെ നല്ല റാഹത്തായ വണ്ടിയാണ്. കുറേ ഞാൻ ജനങ്ങളെ മുന്നിൽ എന്താ പറയാം, ജനങ്ങളെ മുന്നിൽ നാണം കെട്ട പരിപാടിയല്ല ആ പരിപാടി ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇവിടെ ഈ സീറ്റ് ഈ കൊട്ടാരമൊന്നും സീറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ എൻ്റെ സൗകര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. ഇത് അന്ന് എടുക്കുമ്പോൾ 3.5 ലക്ഷം ഉറുപ്പോളം ഇതിന് വില ഉണ്ടായിരുന്നു. മക്കൾക്ക് വരാനും എല്ലാ കുട്ടികൾക്കും ഓടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ ഒരു 11 കൊല്ലമായിട്ട് ഒരു ഓയിലൊക്കെ ഒന്ന് മാറ്റി. പിന്നെ വണ്ടി ഇനിയിപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ വണ്ടി സർവീസിന് എടുക്കും. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കഴുകും. അതുപോലെ ബുള്ളറ്റ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ബുള്ളറ്റ് എടുത്തോളിക്കാം. അതാണ് ഈ ബുള്ളറ്റ് ഉണ്ടല്ലോ, പിന്നെ റോയൽ ഇൻഫീൽഡ് അത് ഇംഗ്ലീഷൊന്നും വായിക്കാറില്ല. ഈ ബുള്ളറ്റ് എടുത്തോളൂ.
അതും ഞങ്ങളോട് പറയുന്നുണ്ട്. കാരണം അത് വർഷാപ്പേരം പറഞ്ഞ് ഈ വണ്ടിക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വരവില്ല, ഈ വണ്ടി എടുത്തത് നന്നായുള്ളൂന്ന് ആ ബുള്ളറ്റിൽ അവിടെ മുനീറിനെ വരുത്തേണ്ടായിരുന്നു പൊന്നാനി. ഓനും പറഞ്ഞതാണ് ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി വിൽക്കാൻ നിൽക്കരുതിട്ടായിരുന്നു. അത് എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അത് അത്രയും പിന്നെ ഇഷ്ടം കൊണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ഓരോന്നിൽ പോയി പെടാൻ നിൽക്കരുത്. ഓരോന്നിൽ പോയി പെടുമ്പോൾ നമ്മൾ ആരും അങ്ങനെ വല്ല പണം സമ്പാദിച്ച് വെച്ചിട്ടൊന്നുമില്ല. ചോര നീരായിട്ട് അധ്വാനിച്ച് ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളായാലും കണ്ണത്ത രാജ്യത്ത് പോയിട്ട് അധ്വാനിക്കുന്ന പൈസയാണ്. അത് വേണ്ടാത്തടത്ത് കൊണ്ടുവരി ചിലവാക്കണ്ട. ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് നല്ല കണ്ടീഷൻ വണ്ടി നിങ്ങളെ അറിയുന്ന ആൾക്കാരുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ലാതെ എനിക്ക് ഇതിമെന്ന് ഇതിൻ്റെ കമ്പനിക്കാരെ അറിഞ്ഞിട്ട് എനിക്കൊരു 5000 10,000 ഇതിനൊന്നും ഇവിടെ ജീവിതത്തിൽ നടന്നിട്ടുമില്ല. ഞാൻ അതിന് വേണ്ടി നടക്കുന്നതല്ല. കാരണം ഇന്നെപ്പോലെ ആൾക്കാർ പെടരുത്. ഞാനും തെങ്ങ് കയറിയിട്ട് അധ്വാനിച്ച് ബോംബെയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പറയുമ്പോൾ നമ്മളെ മനസ്സൊരുകയാണ്. അപ്പോൾ നല്ല വണ്ടിയൊക്കെ എടുക്കുക. ഞാനാ പറഞ്ഞു നിങ്ങൾ എടുത്തോളി. കാരണം നിങ്ങളെ ഞാൻ അറിഞ്ഞുകൊണ്ട് കുഴി കൊണ്ട് ചാടിക്കൂല. ഒരു മനുഷ്യനും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചതിക്കാൻ പാടില്ല. ഞാൻ വെക്കുകയാണ്. ഞാൻ നാളെ പോവുകയാണ് 12-ാം തീയതി 12/8/2025 പോവുകയാണ്. അപ്പോൾ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനിയിപ്പോൾ എൻ്റെ പെമ്മിയും ഇതേറ്റാണ് പോവുക. ഡോക്ടറെ അടുത്ത് പോകാനും പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെമ്മി ഇതേറ്റ് പോകും. ഉപ്പാക്കും ഉമ്മാക്കും ഇത് വളരെ ഇഷ്ടമാണ്. എൻ്റെ അനിയൻ്റെ അടുത്ത് സ്വിഫ്റ്റ് വണ്ടിയുണ്ട്. എൻ്റെ പെങ്ങളെ മോൻ്റെ അടുത്ത് ഇന്നോവ കാറുണ്ട്. പക്ഷേ അതിലൊന്നും ഉപ്പാക്ക് ഉമ്മാക്കും ഇതിലാണ് പോവുക സൗകര്യം. കാല് നീട്ടാനും പിടിക്കാനും വണ്ടിക്ക് നല്ല ഉള്ളിൽ നല്ല ഹൈറ്റ് ഉണ്ട്. ആളിരുന്ന താവൂല, പൊന്തി നിൽക്കും. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സൗകര്യമുള്ള വണ്ടി. അതിൻ്റെ പേരിലാണ് ഉപ്പ എമ്മി ഇതായിട്ട് പോകും. ഞാൻ അഞ്ചന്മാർ ആര് വേണം ചോദിച്ചാലും, എൻ്റെ അനിയന്മാർ ചോദിച്ചാലും ഞാൻ കൊടുക്കും. കാരണം വണ്ടി എല്ലാവരും വണ്ടി എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി ഓടണം. വണ്ടി ഇങ്ങനെ വീട്ടിൽ വെച്ചാൽ അത് കംപ്ലൈൻറ്റ് വരും. ഓടിക്കോട്ടെ, എല്ലാവരും നല്ലപോലെ കൊണ്ടുപോയി. ആരാണ് ആ കൊണ്ടുപോകണത് അതിന് വല്ലതും സംഭവിച്ചാൽ അവരൊന്ന് നേരാക്കി തരികയെന്നല്ലാതെ അതിനിപ്പോൾ നേരാക്കി അതിനത്ര പൈസ ഒന്നും വേണ്ട, അല്ലറ ചില്ലറ പൈസ വരുള്ളൂ. പറയാനുള്ളത് പറഞ്ഞ് കഥയായി തള്ളരുതേ, കഥയായി കാണരുതേ.